ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ 3 kg കേക്ക് ബാറ്റർ ഒറ്റ ട്രിപ്പിൽ തന്നെ എങ്ങനെ റെഡിയാക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ 1 kg ബാറ്ററാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ ഞാൻ പറയുന്ന അളവിൻ്റെ മൂന്നിലൊന്ന് എടുത്താൽ മതിയാകും. ഇതിനായി 9 മുട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് 3 സ്പൂൺ വാനില എസൻസ്, 3/4 സ്പൂൺ ഉപ്പ് എന്നിവ ഇടണം. മുട ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഹീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേയായി നമുക്ക് മൈദ മിക്സ് റെഡിയാക്കാം. ഇതിനു വേണ്ടി 250 ഗ്രാം കപ്പിൽ 3 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്ന് 3/4 കപ്പ് മൈദ മാറ്റി പകരം അതിലേക്ക് 3/4 കപ്പ് കൊക്കോ പൗഡർ ഇടണം. പിന്നെ അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്ത് അരിപ്പയിൽ അരിച്ചെടുക്കണം. ഇവിടെ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വാനില സ്പഞ്ചാണ് വേണ്ടതെങ്കിൽ 3 കപ്പ് മൈദ എടുക്കാം. അതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് മുട ബീറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ആദ്യം ബീറ്റർ സ്പീഡ് കുറച്ചും പിന്നീട് സ്പീഡ് കൂട്ടിയും ബീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയിലായി 2.25 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്യേണ്ടതാണ്. പഞ്ചസാര നല്ലവണ്ണം മിക്സ് ആകുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്ലഫിയായി കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായി വരത്തുള്ളൂ. ഈ സമയം നമുക്ക് ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. മുകളിലും താഴെയും കോയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചും ബേക്ക് ചെയ്യാം. അതിനായി അടികട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം കേക്ക് ടിന്ന് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ബേക്ക് ചെയ്യാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മൈദ മിക്സ് അല്പം ചേർത്ത് കൊടുക്കാം. ഒരു 5-4 ട്രിപ്പായി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ വിസ്ക് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. വളരെ സാവധാനം മിക്സ് ചെയ്തെടുക്കുക. 2 ട്രിപ്പ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബാറ്റർ കട്ടിയായി തോന്നും. അപ്പോൾ വെള്ളമോ പാലോ അല്പം ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് വരെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. അതായത് ഏകദേശം 1 kg ബാറ്ററിന് 1/4 കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുക. കട്ടിയായ ബാറ്റർ വീണ്ടും മിക്സ് ചെയ്യുമ്പോൾ സ്പഞ്ച് ഉറപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അവസാനം സ്പാച്ചുല കൊണ്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ചുറ്റും പറ്റിപ്പിടിച്ച മൈദയെല്ലാം ബാറ്ററിൽ കറക്റ്റ് മിക്സ് ആവുകയുള്ളൂ. ഇനി നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം. ബട്ടർ പേപ്പർ ടിന്നിൽ വെച്ച് സെറ്റാക്കാം. അതല്ലെങ്കിൽ ഓയിൽ നന്നായി തടവി മൈദ വിതറിയാലും സ്പഞ്ച് നമുക്ക് പറ്റിപ്പിടിക്കാതെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സിമ്പിളായി എത്ര പെട്ടെന്നാണ് സെറ്റാക്കുന്നതെന്നും ഡിസൈൻ ചെയ്യുന്നത് എന്നും ഒന്ന് കാണാം. കേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാം. കൂടാതെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്.